ഭയങ്കരമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനിത് രണ്ടാമതൊന്നും എനിക്ക് ചെയ്തിട്ടില്ല, അവിടെ എനിക്ക് അതിനുള്ള ധൈര്യക്കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോഴേക്കൊരു ഹൃദയം കിട്ടി വീണ്ടും മാറ്റി വെച്ചു എന്നാണ്. ഈ സംഭവം പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഭയം നമ്മുടെ രോഗചികിത്സകളെ എന്തുമാത്രം ബാധിക്കുന്നു എന്നത് ഒരു ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് കേട്ടു. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒ പിയിലേക്ക് യാദൃശ്ചികമായി ഒരാൾ വന്നു. അപ്പോൾ അയാളുടെ രോഗങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ച് ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചൊരു രോഗിയാണ് അദ്ദേഹം. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഈ വിഷയത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ മാർഗമുള്ളൂ പറഞ്ഞു. അതെനിക്കറിയാം ഡോക്ടർ, ഞാൻ അതിന് വേണ്ടി തന്നെയാണ് നിങ്ങളെടുത്ത് വന്നതെന്നാണ്. അപ്പോൾ അയാൾക്കൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, വേറൊരു ഓപ്പറേഷനും കൂടി അദ്ദേഹത്തിന് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ അയാൾ നിർബന്ധം പിടിച്ച് അപ്പോഴേക്കിനൊരു ഹൃദയം വേറെ കിട്ടി, ശസ്ത്രക്രിയ നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചോദിച്ചാൽ ഇത് ഫെയിലിയറായി, അത് മുന്നോട്ട് പോകാത്ത, ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ വന്നു. അങ്ങനെ കാർഡിയാക്ക് അറസ്റ്റ് വന്നു, ഒക്കെ വളരെ മോശം അവസ്ഥയിലേക്ക് പോയി. പക്ഷെ പിന്നെ മെല്ലെ റിക്കവർ ചെയ്ത് വന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഹൃദയം മാറ്റിവെക്കുക. ഒരു വട്ടം മാറ്റിവെക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ രണ്ടാമത് മാറ്റിവെക്കുന്നൊരു ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനിത് രണ്ടാമതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനുള്ള ധൈര്യക്കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോഴേക്കൊരു ഹൃദയം കിട്ടി വീണ്ടും മാറ്റി വെച്ചു എന്നാണ്. ഈ സംഭവം പറഞ്ഞിട്ടാണ് ഡോക്ടർ പറയണത്, ഈ രോഗങ്ങളെ അതിജീവിക്കുവാൻ മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ആ ധൈര്യമാണ്, ഈ ഭയമില്ലായ്മയാണെന്ന്. അപ്പോൾ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു സത്യമായി തോന്നി. നാം ധൈര്യമായിട്ട് പോവുകയാണെന്നുള്ളതാണ് കാര്യം. എന്തിനും നമുക്ക് ധൈര്യം ആവശ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ ഹാറൂൻ നബിയും കൂടി പറഞ്ഞയക്കണ സമയത്ത് അള്ളാഹു പറഞ്ഞു കാലാ തഖാഫ ഇന്നനി മാക്കുമ അസ്മവാറ, നിങ്ങൾ രണ്ടാളും പേടിക്കരുത്, ഭയപ്പെടാൻ പാടില്ല. ഫിറൗൻ്റെ അടുക്കലാണ്, അവൻ എന്തെങ്കിലും ചെയ്യുമെന്നില്ല, പേടിയില്ല. പേടിയുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാൻ കഴിയൂല, അവിടെ മുന്നോട്ട് പോകാൻ പറ്റൂല, തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ പറ്റൂല. അതായത് ഒരു ഭയം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പോയില്ലേ, എന്താണ് അതിന് ധൈര്യം കൊടുത്ത് ഇന്നനി അസ്മവാറ, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. പടച്ചോൻ പറയാണ് ഈ ധൈര്യമായിട്ട് പോയിക്കോ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു ധൈര്യം തന്നെയല്ലേ. ഈ പരീക്ഷയ്ക്കുള്ള എത്രയോ കുട്ടികൾ ഈ പരീക്ഷാ സമയത്ത് എന്താ പേടിച്ചിട്ടാണ് അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്തത്. നല്ല അറിവും വിവരമുള്ള ആളുകളാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ടല്ലോ, നല്ലതായിട്ട് ഓടിക്കാനും ഒക്കെ പിന്നെ എച്ചിടാനും എട്ടിടാനും ഒക്കെ പറ്റുന്ന ആൾക്കാരെന്ത് ചെയ്യും, അവിടെ ചെല്ലുമ്പോൾ ഭയപ്പെട്ടാൽ അവർക്ക് പേടിയുണ്ടാവരുത്. എന്തിനാ നമ്മൾ പേടിക്കണത്? എന്താണ് പരമാവധി സംഭവിക്കുക എന്ന് ആലോചിക്കുക. അതിന് നമ്മൾ വില്ലിങ് ആണെങ്കിൽ പിന്നെ നമുക്കെന്ത് പേടിക്കാനാണ്? നമ്മൾക്ക് മാക്സിമം എന്താണോ സംഭവിക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ധൈര്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിന് നമുക്ക് അള്ളാഹുവിലുള്ള തവക്കുലാണ്, നമുക്ക് പഠിച്ചവൻ്റെ പരിഹാരം കാണും. പിന്നെ വിധിയുള്ള വിശ്വാസം, അള്ളാഹ്ക്ക് ചില തീരുമാനം ഉണ്ടാകും, അതേ നടക്കുള്ളൂ. ഞാനിപ്പോൾ ഇതിനെ പേടിക്കണേ, അള്ളാഹ് തീരുമാനിച്ചത് അതാണെങ്കിൽ അത് നടക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളെ കൊണ്ട് നാം നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യണം? പിടിച്ചു നിർത്തണം. ഭയങ്ങളിൽ നിന്ന് മോചനം നേടണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിർഭയത്വത്തോടുകൂടെ എന്തിനേയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.